ചേക്കിഴാർ പെരിയ പുരാണത്തിലെ അതിപ്രശസ്തനായ നന്ദനാരുടെ കഥയാണ് പെരിയ പുരാണത്തിൽ വിവരിക്കുന്നത്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. കാവേരിയുടെ ശാഖയായ കൊള്ളിടത്തിൻ്റെ തീരത്തിന് സമീപത്തുള്ള ആദന്നൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിനടുത്ത് പുലപ്പാടിയിൽ കുലത്തൊഴിലായ മൃതജന്തുക്കളുടെ തോലുകൊണ്ട് സാധനങ്ങൾ നിർമ്മിച്ച് ഉപജീവനം കഴിക്കുന്നവരിടയിൽ നന്ദനാർ എന്ന ഒരു ശിവഭക്തൻ ജനിച്ചു വളർന്നു. അപ്പോൾ പുലപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അതായത് പുലയന്മാർ, ഇവിടെ പറയന്മാർ, അതായത് മൃഗങ്ങളുടെ തോലുകൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി, ചെരുപ്പും അതേപോലെ തന്നെ ഉടുക്കിൻ്റെ തോല്, അതുപോലെ ചെണ്ടയുടെ തോല്, ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ട, താഴ്ന്ന ജാതിയിൽപ്പെട്ട, താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരാളായിരുന്നു നന്ദനാർ. ഈ തൊഴിലിന് പുറമെ ഗ്രാമത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്ന പ്രവൃത്തിയും ഇയാൾ ചെയ്തിരുന്നു. ബാല്യകാലം മുതൽ തന്നെ ശിവഭക്തി മനസ്സിൽ ഊന്നിയിരുന്ന നന്ദനാർ ചെണ്ട, മദ്ദളം മുതലായ തോൽവാദ്യങ്ങൾക്കും മറ്റും വേണ്ടുന്ന പ്രത്യേക ചർമ്മ വിഭാഗങ്ങൾ തയ്യാർ ചെയ്തു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്പലങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, ചെണ്ട, മദ്ദളം, അതേപോലെ യാഴ് തുടങ്ങിയ ആ വാദ്യോപകരണങ്ങൾക്ക് വേണ്ട അതിൻ്റെ തോല് വേണ്ട പോലെ പാകപ്പെടുത്തി താളത്തിനൊപ്പിച്ചുള്ള ശബ്ദം പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ വളരെ മനോഹരമായും അതേപോലെ തന്നെ ശാസ്ത്രീയമായും നിർമ്മിച്ചു കൊടുക്കുന്ന തൊഴിലാണ് നന്ദനാർ ചെയ്തിരുന്നത്. ഇതിൽ അദ്ദേഹം വളരെ പ്രശസ്തനാകുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ വാദ്യോപകരണങ്ങളാണ് ശിവക്ഷേത്രങ്ങളിൽ സാധാരണ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പൂജയ്ക്കുള്ള ഗോരോചനം അരച്ചു കൊടുക്കുന്നതും തയ്യാറാക്കി കൊടുക്കുന്നതും ഇദ്ദേഹമായിരുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ വാതിലിൻ്റെ പുറത്ത് വച്ച് അദ്ദേഹം തൊഴും. അതായത് ഈ ഗോരോചനമൊക്കെ അകത്തേക്ക്, അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയില്ല. കാരണം ഇദ്ദേഹം ശൂദ്രജാതിയിൽപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് അകത്ത് ബ്രാഹ്മണർ കയറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹം പുറത്തു നിന്ന് ശിവഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉടുക്ക് നിർമ്മിച്ചിട്ട് ആ ഉടുക്ക് ശിവന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അദ്ദേഹം പുറത്ത് ഇതേപോലെ തന്നെ ഗോപുരത്തിന് പുറത്ത് നിന്നിട്ട് ആ ഉടുക്ക് കുട്ടി പാടി ശിവനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിഗാനങ്ങൾ ആലപിച്ച് നൃത്തം ചെയ്ത് ആ ഭക്തിയുടെ ഉന്മത്ത ലഹരി ആടി നിൽക്കുകയാണ്. ആ സമയം അദ്ദേഹത്തിന് ഉള്ളിലെ ശിവലിംഗ പ്രതിഷ്ഠ കാണാൻ പറ്റുന്നില്ല. അത് ഒരു ശിവക്ഷേത്ര സന്നിധിയിലെ ഭീമാകാരമായ നന്ദീശ വിഗ്രഹം തടസ്സമായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശിവനോട് പ്രാർത്ഥിച്ചു, ഈ ഈശ്വരനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഈ നന്ദീശനോടൊന്ന് മാറി നിൽക്കാൻ ഭഗവാൻ കൽപ്പിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഭഗവാൻ ശിവൻ കേൾക്കുകയും അങ്ങനെ നന്ദീശനെ ഒരു ഭാഗത്തേക്ക്, വലതുഭാഗത്തേക്ക് മാറാൻ ആജ്ഞ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നന്ദീശൻ ആ പ്രതിമ വലതുഭാഗത്തേക്ക് മാറി കുടികൊണ്ടു. അതോടെ നന്ദനാർക്ക് ശിവലിംഗം കണ്ട് തൊഴുവാനും പറ്റി. അങ്ങനെ നന്ദനാരുടെ പ്രാർത്ഥന കേട്ട് ആ നന്ദീശ ഭഗവാൻ ശിവഭഗവാന്റെ ആജ്ഞ കേട്ട് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹം ഭഗവാൻ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യും. അതായത് ഒരു ഭക്തൻ തീവ്രമായി എന്തെങ്കിലും ഭഗവാനോട് ആവശ്യപ്പെട്ടാൽ
അത് സ്വാർത്ഥലാഭത്തിന് വേണ്ടിയാകരുത്, ഭക്തിക്ക് വേണ്ടി തന്നെ ആയിരിക്കണം, ഭക്തി വളർത്താൻ വേണ്ടി തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഭഗവാൻ നിവർത്തിച്ചു കൊടുക്കുമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവർ നന്ദനാരെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി. ആ സമയം നന്ദനാർ, രാത്രിയായിരുന്നു, നന്ദനാർ പുറത്തേക്ക് പോകാൻ നേരത്തെ ഒരു ഗർത്തം, ആ അമ്പലത്തിനടുത്ത് ഒരു ഗർത്തം, ഒരു കുഴി കണ്ടു. അദ്ദേഹം ആ രാത്രി തന്നെ ആ ഗർത്തത്തെ അമ്പലക്കുളമാക്കി മാറ്റി. ഒറ്റ രാത്രി കൊണ്ടാണ് ആ മഹാ അമ്പലക്കുളം നന്ദനാർ ശരിയാക്കി കൊടുത്തത്. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ജനങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഇപ്പോഴും വിശ്വസിക്കുന്നത്, ആ രാത്രി ശിവഭൂതഗണങ്ങളും അതേപോലെ ഗണപതിയും കൂടി ചേർന്നാണത്രേ ഈ നന്ദനാരെ സഹായിച്ചുകൊണ്ട് ഈ കുളം നിർമ്മിച്ചത്. ആ കുളത്തിൻ്റെ ഐതിഹ്യം ഇപ്പോഴും ആ നാട്ടിലെ ജനങ്ങൾ പാടിപ്പുകഴ്ത്താറുണ്ട്. നന്ദനാർ ഉണ്ടാക്കിയ കുളം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ആ കുളം നിർമ്മിക്കാൻ ശിവഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സഹായിച്ച് അത് നിർവഹിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്തിയുടെ പ്രചോദനം മൂലം ക്ഷേത്രാടനം ചെയ്യുവാൻ നന്ദനാർ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിദംബര ദർശനം ചെയ്യുവാനുള്ള മോഹം അത്യധികം നന്ദനാരെ പിടികൂടി. അതായത് എങ്ങനെയെങ്കിലും ചിദംബരത്തിൽ നിന്ന് ചിദംബരേശനെ, ചിത്സഭയിലെ ചിദംബരേശനെ ഒന്ന് കാണണം. പക്ഷെ കാണാനാവില്ലല്ലോ, ഇദ്ദേഹം ശൂദ്രകുലത്തിൽ ജനിച്ചവനാണ്. അങ്ങനെയുള്ളവർക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ അവകാശമില്ല. അങ്ങനെ വളരെ വേദനിച്ചും ദുഃഖിച്ചും ഇദ്ദേഹം കൂടെ നാട്ടുകാരോടൊക്കെ പറയും, ഞാൻ ചിദംബരത്ത് പോകുമെന്ന്. പക്ഷേ അവർ ചോദിക്കും, നീ എന്നാണ് ചിദംബരത്ത് പോകുക? അപ്പം നന്ദനാർ പറയും, നാളെ ഞാൻ ചിദംബരത്ത് പോയി ചിദംബരേശനെ കാണുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നാളെ പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മനസ്സിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് ഞാൻ നാളെ പോകുമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ചിദംബരേശനെ ഞാൻ നാളെ പോയി കാണും എന്ന് പറയും. അങ്ങനെയാണ് തിരുനാളെ പോവർ നയനാർ എന്ന് ജനങ്ങൾ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയത്. നാളെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട്. നാളെ പോവാൻ നയനാർ ആയിട്ട് മാറി. അങ്ങനെ ജനങ്ങളാൽ വിളിക്കപ്പെട്ട പേരാണ് തിരുനാളെ പോവാർ നയനാർ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഒരു ദിവസം ചിദംബരത്തേക്ക് രണ്ടും കൽപ്പിച്ച് യാത്രയാകുകയാണ്. എന്നിട്ട് ചിദംബരത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ വെളിപ്പാട് അകലത്തിൽ നിന്നപ്പോൾ ബ്രാഹ്മണരുടെയും പൂജകന്മാരുടെയും അഗ്രഹാരങ്ങളും വേദോച്ചാരണങ്ങളും പുണ്യധൂമങ്ങളും കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷവും കണ്ട് ഭയത്തോടെ ജാതിഹീനനായ ഞാൻ ഇവിടെ നിൽക്കുന്നത് യുക്തമല്ല എന്ന് ചിന്തിച്ച് തെക്കോട്ട് നീങ്ങി. അവിടെ വേദാന്ത ചർച്ചകൾ കൊണ്ട് മുഖരിതമായ സന്യാസശ്രേഷ്ഠന്മാരുടെ മഠങ്ങളാണ് അദ്ദേഹം കണ്ടത്. അങ്ങോട്ടും പോകാൻ വയ്യ. പിന്നെ പടിഞ്ഞാറേ ഗോപുരവീതിയിൽ ചെന്നപ്പോൾ യോഗീന്ദ്രന്മാരും സിദ്ധപുരുഷന്മാരും നിൽക്കുന്നു. അതേപോലെ വടക്കേ ഗോപുരത്തിൽ സദാചാരനിഷ്ഠരായ രാജർഷികളും നിൽക്കുന്നു. അപ്പോൾ ഒരിടത്തും നിൽക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലായിടത്തും ദിവ്യപുരുഷന്മാർ നിറഞ്ഞ അന്തരീക്ഷം. എവിടെ നിൽക്കണം എന്നറിയില്ല. ഇതെല്ലാം കടന്ന് ആ പുണ്യനഗരിയിൽ പ്രവേശിക്കാൻ ഭയപ്പെട്ട് നഗരിയുടെ ഉയർന്ന മതിലുകളെ ചുറ്റി രാവും പകലും അദ്ദേഹം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ശരീരവും മനസ്സും ക്ഷീണിച്ച് തനിക്ക് സഭാനാഥനായ ഭഗവാന്റെ ദർശനം എന്നെങ്കിലും സാധ്യമാകുമോ എന്ന് നിരാശപ്പെട്ട് ഒരു ഭാഗത്ത് തളർന്ന് കിടന്ന് ഉറങ്ങി. ആ ഉറക്കത്തിലും തൻ്റെ ഹീനജാതിയിലെ ജനനമാണ് തനിക്ക് മുക്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ചിത്സഭയിൽ ആനന്ദ നടനം ചെയ്യുന്ന ദേവാധിദേവൻ ആ നിഷ്കളങ്ക ഭക്തൻ്റെ ഹൃദയവ്യഥ അറിയുന്നുണ്ടായിരുന്നു. കൃപാവാരിധിയായ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്താൻ തീരുമാനിച്ചു.
ഭക്തന് സ്വപ്നദർശനം കൊടുത്ത പുഞ്ചിരിയോടെ ഈ ജന്മം നീങ്ങിക്കിട്ടാനായി അഗ്നിയിലിറങ്ങി പരിശുദ്ധനായി ദ്വിജനായി തീരുക എന്ന് അരുളി ചെയ്തു. അതേപോലെ തന്നെ തൻ്റെ ഉത്തമ സേവകരായ 3000 ബ്രാഹ്മണർക്കും എൻ്റെ ഭക്തനായ നന്ദനാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ ശുദ്ധീകരണത്തിനായി നാളെ അഗ്നികുണ്ഡമൊരുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഭഗവാന്റെ ആദേശം ലഭിച്ച 3000 ബ്രാഹ്മണരും അത്യധികം ഭയഭക്തി ബഹുമാനങ്ങളോടെ സപേശൻ്റെ സന്നിധിയിൽ വന്ന് വണങ്ങി ആജ്ഞ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പിന്നീട് തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി ഭയഭക്തി പുരസ്സരം അഗ്നികുണ്ഡം ജ്വലിപ്പിച്ചു. അതിനുശേഷം ആദരപൂർവ്വം അവർ നന്ദനാരെ സമീപിച്ച്, അല്ലയോ മഹാനുഭാവ, ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് അങ്ങയുടെ ശുദ്ധീകരണത്തിനായി അഗ്നികുണ്ഡം തയ്യാറാക്കിയ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നറിയിച്ചു. നന്ദന ഭക്തി ബഹുമാനത്തോടെ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞ് അവരെ വീണ് നമസ്കരിച്ചു. അതിനുശേഷം കുളിച്ച് ഭസ്മവിഭൂഷിതനായി ആ ബ്രാഹ്മണരോടൊപ്പം അഗ്നികുണ്ഡത്തിനെ പ്രദക്ഷിണം ചെയ്തു. പിന്നീട് ചിദംബരേശനെ ഹൃദയത്തിൽ ധ്യാനിച്ച് അഞ്ജലീബദ്ധനായി താമരപ്പൂവിലേക്ക് വണ്ടെന്ന പോലെ അഗ്നികുണ്ഡത്തിലേക്ക് നന്ദനാർ പ്രവേശിച്ചു. നന്ദനാരുടെ ചണ്ഡാല ശരീരം അഗ്നി ഏറ്റുവാങ്ങുന്നു. തൽസ്ഥാനത്ത് ഭസ്മക്കുറിയും രുദ്രാക്ഷമാലയുമായി ഇടത് കൈയിൽ ദണ്ഡും വലത് കൈയിൽ കമണ്ഡലവും ശിരസിൽ കുടുമയും മാറത്ത് പൂണൂലും ദിവ്യവസ്ത്രവും ധരിച്ച് സമ്പൂർണ്ണ തേജസ്സാർന്ന വാമദേവനെ പോലെ ആ ബ്രാഹ്മണൻ ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. നന്ദനാരുടെ പുണ്യരാഗമനം കണ്ട് പരിശുദ്ധരായ ആ 3000 ദീക്ഷിതന്മാരും ഒത്തുചേർന്ന് ഭയഭക്തി ബഹുമാനങ്ങളോട് അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങി പ്രാർത്ഥനകൾ ചൊല്ലി. ദേവന്മാർ ആനന്ദത്തോടെ അഗ്നിയിൽ കുളിച്ചു വന്ന ആ പരമഭക്തനെ കൽപ്പക പൂമഴയിൽ വീണ്ടും കുളിപ്പിച്ചു. ദേവവാദ്യങ്ങൾ ആകാശത്തിൽ മുഴങ്ങി. ചാരണന്മാരും ഭൂതഗണങ്ങളും നന്ദനെ സ്തുതിച്ച് വരൂ വരൂ എന്ന് പറഞ്ഞു. ചിദംബരേശ്വര സഭയിൽ ചിദാകാശമയനായ ദേവനെ വന്ദിക്കാൻ ബ്രാഹ്മണരുടെ അകമ്പടിയോടെ നന്ദനാർ പ്രവേശിച്ചു. അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നന്ദനാർ ഒരു ബ്രഹ്മചാരിയായി, ഒരു മഹായോഗിയായി അഗ്നികുണ്ഡത്തിൽ നിന്നുണർന്ന് നന്ദീശനെ ബഹുമാനിച്ച് ആരാധിച്ച് ആ ചിത്സഭയിലെ ഭഗവാന്റെ ആനന്ദ നൃത്തത്തിൽ ലയിച്ചു ചേർന്നു. ഇതാണ് നന്ദനാരുടെ കഥ. ഈ കഥ കേൾക്കുന്നവർ നന്ദനാരുടെ തീക്ഷ്ണമായ ഭക്തിയെ ഹൃദയത്തിൽ എന്നും ആരാധിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ഭക്തിയോടെ എന്താണോ ആവശ്യപ്പെടുന്നത്, ഭക്തൻ എന്താണോ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്, ആ ഭക്തൻ്റെ ആഗ്രഹം ഭഗവാൻ നടത്തിത്തരിക തന്നെ ചെയ്യും. അപ്പോൾ അഗ്നികുണ്ഡത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട്, ഇവിടെ അഗ്നികുണ്ഡത്തിൽ ശുദ്ധീകരിക്കുക, ലയിച്ചു ചേരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ശ്രീരാമൻ എങ്ങനെയാണോ നദിയിൽ ലയിച്ചു ചേർന്നത്, അതേപോലെയാണ് ഈ ശിവഭക്തൻ അഗ്നിയിൽ ലയിച്ചു ചേർന്നത്. അഗ്നി പരിശുദ്ധമാക്കി മാറ്റുന്നു. അങ്ങനെ അഗ്നി എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്ന ശ്രേഷ്ഠമായ ദൈവമാണ്. അപ്പോൾ അഗ്നി ഭഗവാൻ എല്ലാ മാലിന്യങ്ങളെയും മാറ്റുന്നു. അപ്പോൾ അഗ്നിയിൽ ലയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമേൽ പരിശുദ്ധി നേടുക എന്നാണ് അർത്ഥം. പുരാണ കഥാപാത്രങ്ങൾ പലരും അഗ്നിയിൽ പ്രവേശിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അഗ്നി ഒരാളെ പവിത്രമാക്കി മാറ്റുന്നു, പരിശുദ്ധമാക്കി മാറ്റുന്നു. അപ്പോൾ അഗ്നിദേവനിൽ ലയിച്ചു ചേർന്ന് അഗ്നി ഒരാളുടെ താമസ ഭാവങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി അയാളെ ഭക്തിയുടെ അല്ലെങ്കിൽ ഈശ്വര സേവയുടെ ഉന്നത തലങ്ങളിലേക്ക്
എത്തിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഋഗ്വേദത്തിൽ അതുകൊണ്ടാണ് അഗ്നിയെ വന്ദിച്ചുകൊണ്ട് ഒരുപാട് സ്തോത്രങ്ങൾ ആലപിക്കപ്പെടുന്നത്. അഗ്നി ശരിക്കും അവിടെ ഒരു ദേവൻ തന്നെയാണ്, എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന ദേവനാണ്. ഇപ്പോഴും നമ്മൾ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടാണ് ഏത് കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അഗ്നി ജ്വലിപ്പിക്കുക എന്ന് വെച്ചാൽ മാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് പരിശുദ്ധമാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയവിശുദ്ധി, ഹൃദയ പരിശുദ്ധിയാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. ഭക്തൻ്റെ ഹൃദയം എത്രമേൽ പരിശുദ്ധമാകുന്നുവോ, എത്രമേൽ നിർമ്മലമാകുന്നുവോ, അത്രമേൽ ഭഗവാൻ അയാളുടെ അടുത്തേക്ക് വരികയും അയാളെ ശിവ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ചിദംബരം എന്ന് പറഞ്ഞ ആ മഹാപുണ്യക്ഷേത്രം ഒരുപാട് സംഭവങ്ങളുടെ ആകത്തുകയാണ്. അവിടെ ഒരിക്കൽ പോലും പോയാൽ മതി, അയാൾ തീർച്ചയായിട്ടും ചിൽസഭയിലെ ആനന്ദ നൃത്തം കണ്ട് ശിവസായുജ്യം അടയും എന്നാണ് പറയപ്പെടുന്നത്. ഓം ശിവായ നമഃ.